മേലച്ചൊവ്വ കയറുമ്പോ താഴച്ചൊവ്വ പോയിട്ട് മേലച്ചൊവ്വ കയറുമ്പോ കണ്ണുകാര് പാടുന്ന പാട്ടില് കൽബലിതും ചേരുന്ന ഊരില് അൽസയും പത്തിരി ചുട്ടതും മണക്കുന്നു. വാട്ട് എവർ ഐ ഹവ് ഗോൺ ത്രൂ, അതിൽ നിന്ന് എനർജി ഇംബൈബ് ചെയ്തിട്ട് ഐ ഹവ് ട്രാൻസ്ഫോംഡ്. അത് എന്നെ ലൈഫിനെ എങ്ങനെ എന്നെ മാറ്റി എന്നുള്ളത് എനിക്കറിയാം. വീണ് കടന്നിട്ടുണ്ട് കുറേ കാലമൊക്കെ, പക്ഷെ അവിടുന്ന് എണീക്കാൻ പഠിക്കണം. നോയിങ് ദാറ്റ് ഐ എം എ സർവൈവർ. ആ സൈക്കിളൊക്കെ ഗോ ത്രൂ ചെയ്ത് ഫൈനലി ഓൺ ദ വേ ആണ് ഈ കോള് വരുന്നത്. എന്തിനാ ഒരു നല്ലൊരു സോങ്ങിനൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഐ ആം സീൻ ഫൈനലി. നല്ല അലുവാ കഷ്ണം പോലൊരു കുതിര, നല്ലൊരു അലുവാ കഷ്ണം പോലൊരു കുതിര. ഈ ഒരു ടോണിൽ സംസാരിക്കണം. എനിക്ക് ഇട വേണ്ട, എൻ്റെ സോളോ ട്രിപ്പ് എനിക്ക് വേണ്ട. As a voice artist, I need to use my voice also. That is also a responsibility which I am escaping at times because I value my peace. I value my peace a lot. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഒരു സകലകലാ വല്ലഭയാണുള്ളത്. ഇപ്പോൾ പാട്ട് വേണോ, പാട്ടുണ്ട്. അല്ലെങ്കിൽ ഡാൻസ് ആണോ, ഡാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഒരു സ്റ്റേജിലൊരു അടിപൊളി പെർഫോമൻസ് വേണോ, അതുമുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഡബ്ബിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ അടിപൊളി. ഇപ്പോൾ ഡബ്ബിങ്ങിൽ ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ മേടിച്ച് നമ്മുടെ സ്വന്തം സൈനോരയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഹായ് സൈനോര. ഹായ് അനുഷ. ഓക്കെ, അപ്പം നമുക്ക് ഇൻ്റർവ്യൂ ആരംഭിക്കുന്നതിൻ്റെ മുന്നേ ഇപ്പോൾ സൈനോര എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരിക പാട്ടാണ്. അപ്പം അങ്ങനെ നമുക്ക് ആദ്യം ഒരു പാട്ടിലൂടെ തന്നെ സൈനോരയുടെ നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂ നമുക്ക് ആരംഭിക്കാം. ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് കൊടുക്കാച്ചി ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ അത് കേട്ടാൽ എനിക്കൊരു സന്തോഷം. നമ്മുടെ ഇന്റർവ്യൂ അത് ഒരുപാട് ആൾക്കാർക്ക് ആ പാട്ട് ഇഷ്ടമാണ്. അത് മില്യൺ വ്യൂസ് ആണ് ആ പാട്ടിനുള്ളത്. അപ്പൊ നമുക്ക് ആ പാട്ട് തന്നെ തുടങ്ങിയിട്ട് ഇന്റർവ്യൂ. മുഞ്ചുള്ളൂര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത്, മുഞ്ചുള്ളൂര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത്, നെഞ്ചകത്ത് നേരുള്ള നാടിത്, ചങ്കുതരും ചങ്ങായി മാറിത്, തൽശ്ശേരി ബിരിയാണിന്റെ ചേലത്, ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം, ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം. എല്ലാടിയാന്നപ്പാ പോയിന്, എന്തെന്നാന്നപ്പാ കഴിച്ചിന്, കുഞ്ഞാളാന്റെ വീട്ടില് പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന്, ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം. പഠിക്കോ? ബൂം ബൂം, ബെങ്കി 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 ബൂം. താങ്ക് യു. വെൽക്കം. അടിപൊളി പാട്ടായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ഒരുപാട് ടൈം ഞാൻ കേട്ടൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് പാടിയ ആളെന്നെ എൻ്റെ മുമ്പിൽ ഇരുന്ന് എനിക്കത് പാടിത്തരുമ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് റൊമാൻറ്റിഫിക്കേഷനൊക്കെ വന്നു. ഞാൻ ഭയങ്കര ആസ്വദിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ണെന്തൊരു ഭംഗിയാണെന്നറിയോ? ആണോ? താങ്ക് യു. ബ്യൂട്ടിഫുൾ ഐസ് ആണ്. അടിപൊളി. ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസ് ആണോ? അതെ. എന്റെ ചോദ്യം മറന്നുപോയി, കയ്യിൽ നിന്ന് പോയി. ഞാൻ എപ്പോഴും ഇപ്പോൾ പാട്ട് പാടുമ്പോഴാണെങ്കിലും ഇപ്പോഴും കൂടി ഭയങ്കര ഒരു എനർജി നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് കൊടുക്കാൻ സൈനോരയ്ക്ക് ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പം സൈനോരയുടെ ഒരു പെർഫോമൻസ് ഇപ്പോൾ സ്റ്റേജിലാണെങ്കിലും അതല്ല പുറത്താണെങ്കിലും നമുക്കത് കാണുമ്പോൾ നമുക്കും കൂടി കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പാട്ട് ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ഒരു മൂഡ് ഓൺ ചെയ്യാനായിട്ട് ഇങ്ങനെ കുറച്ച് നല്ല അടിപൊളി പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പാടുന്ന ആളുടെ ഫേസിലുള്ള കൂടെയുള്ളൊരു പോസിറ്റീവ് സംഭവമില്ലേ, അതൊക്കെ കാണുമ്പോൾ നമുക്കും കൂടി അത്തരത്തിലൊരു പോസിറ്റീവ് കിട്ടും. അപ്പം ഈ ഒരു എനർജി ഇങ്ങനെ കൊണ്ട് നടക്കാൻ ആ ഒരു ട്രിക്ക് എന്താണ് സത്യത്തിൽ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ എന്നെ സ്ക്രീനിലൂടെയും ഇതിലെക്കൂട്ടൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഇത് മാത്രമാണ്. റിയൽ ലൈഫിൽ കംപ്ലീറ്റ്ലി ആ എനർജി ആണോ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കൂല. ചിലപ്പം ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പം പക്ഷെ സ്റ്റേജിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും സ്റ്റേജിൽ കയറുമ്പം ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് മാതിരിയാണത്. പാട്ട് പാടുമ്പോഴും അതെ, പാട്ട് പാടുമ്പോൾ ഒരു സ്വിച്ച് അങ്ങ് ഓൺ ചെയ്യും. അത്
എനിക്ക് തോന്നുന്നത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാന്ന് തോന്നുന്നുണ്ട്. ഞാൻ സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും നമുക്ക് ഭയങ്കര ഒരു ഫീൽ ചെയ്യൂല. പക്ഷെ അതാണ് അല്ല ഓൺ ആണ് എന്നുള്ള ഒരു സാധനം സ്റ്റേജിൽ വരും. പിന്നെ എന്നെ റിയൽ ലൈഫിൽ കാണുന്ന സമയത്ത് ഞാൻ ചിലപ്പം വളരെ സൈലന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് ചെറിയൊരു സംശയം വരും, ഇതെന്തോ പറ്റി മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കണേ. ഞാൻ പറഞ്ഞു മൂഡ് ഓഫ് അല്ല, ഇതെന്റെ മൂഡാണ് ബേസിക്കലി എന്ന് പറയും. അത് അങ്ങനെ എനിക്കറിയില്ല സത്യത്തിൽ എന്താ സംഭവം. ഓഡിയൻസിന് ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സൈനോരേന്റെ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവ് ഞങ്ങൾക്ക് കൂടി തരുന്നത് പോലെയാണ്. എന്തായാലും സൈനോര എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക പാട്ടാണെങ്കിലും ഇപ്പൊ ഡബിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്തായിരുന്നു ഒരു ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? എന്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് എന്നാണ് ഞാൻ ചോദിച്ചത്. ആദ്യം വിളിച്ച് കൺഗ്രാറ്റ്സ് പറഞ്ഞ ആള്. ബിക്കോസ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അങ്ങനത്തെ പാട്ടൊന്നും അങ്ങനെ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പാട്ടൊന്നും ഞാൻ പാടിയിട്ടില്ല. ഞാനാണെങ്കിൽ മോളെ കൂട്ടാൻ വേണ്ടി പോവായിരുന്നു സ്കൂളിൽ നിന്ന്. അപ്പം ഞാൻ അവളെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഓൺ ദ വേ ആണ് ഈ കോള് വരുന്നത്. അപ്പം കൺഗ്രാറ്റ്സ് ചോദിച്ചു. എന്തിനാ? സ്റ്റേറ്റ് അവാർഡ്. ഞാൻ എന്തിനായിരുന്നു സ്റ്റേറ്റ് അവാർഡ് എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ലേ ബാറോസിൽ ഡബിങ്ങിന് അവാർഡ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ എന്നായിപ്പോയി. പിന്നെ എനിക്കത് പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് തുരുതുര കോൾസ് വന്നുകൊണ്ടിരിക്കുക. കുറേ ആൾക്കാർ താങ്ക് യു, കുറേ ആൾക്കാർ ലൈവിൽ കുറേ ചാനൽസൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴും എനിക്കിങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നല്ലാണ്ട് എനിക്കിതങ്ങ് ഞാൻ പ്രോസസ്സ് ചെയ്യുന്നില്ല. പിന്നെ വന്ന് ഇവിടെ ഫ്രണ്ട്സൊക്കെ വന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കും. നീ ഇപ്പം ഭയങ്കര സ്റ്റേറ്റ് അവാർഡ് വിന്നറാ എന്നൊക്കെ. അപ്പം ഞാൻ യാ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം റിയലി ഇങ്ങനെ ഒരു 21 വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു റെക്കഗ്നിഷൻ വേണം എന്ന് ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പൊക്കെ. ഒരു നല്ലൊരു സോങ്ങിനൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഐ ആം സീൻ ഫൈനലി എന്നുള്ളൊരു സാധനമാണ്. വെദർ ഇറ്റ് ബി സിംഗിങ് ഓർ മ്യൂസിക് ഡയറക്ഷൻ ഓർ ഡബിങ് വോട്ടെവർ ദാറ്റ് ഇസ്, എൻ്റെ വോയിസിനെ ആളുകൾ ആക്ച്വലി കണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. ടു ബി സീൻ, ഐ ഫെൽറ്റ് അപ്രീഷിയേറ്റഡ് എന്നുള്ളൊരു സാധനമാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സൈനോര ഡബ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു അവാർഡ് കിട്ടിയതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ അറിഞ്ഞതെന്ന് തോന്നുന്നു. ഐ മീൻ സൈനോരയ്ക്ക് ഇതേപോലെ തന്നെ അവാർഡ് പാട്ടിനാണോ എന്ന് നമ്മൾ ആദ്യം നോക്കുമ്പോൾ അല്ല, അതൊരു ഡബിങ്ങിനായിരുന്നു. അതും നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയിലേക്ക്, ആ ഒരു മൂവിയിലേക്ക് വിളി വന്നപ്പം തന്നെ അതൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ബേസിക്കലി പ്രോജക്ട്സിനും ഒക്കെ എനിക്ക് കോള് വരുന്ന സമയത്തും ഞാനത് പാടിക്കഴിഞ്ഞാൽ പോലും ഞാൻ അയ്യോ അത് പാടിയല്ലോ എന്നുള്ള എക്സൈറ്റ്മെൻറ്റിനെ കാട്ടിയും എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യല്, ദൈവമേ അത് ശരിയായോ, ഞാനത് കറക്റ്റാക്കിയോ, ഒരു അങ്ങനത്തെ ഒരു അതാണ് എനിക്ക് ബേസിക്കലി എപ്പോഴും ഫീൽ ചെയ്യാറ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ പടം എൻ്റെ വോയിസ് അപ്രൂവ് ആയതും ആ പടം നോമിനേഷന് പോയതും ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ കാരണം സ്റ്റേറ്റ് അവാർഡ് അങ്ങനത്തെ എൻ്റെ ഒരു വേൾഡ് ഡിഫറെൻ്റ് ഒരു വേൾഡാണ്. എനിക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളൊരു സാധനവും അതെൻ്റെ പാർട്ടാണ്. അതിൻ്റെ കൂടെ ഞാൻ വീടുണ്ട്, മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ ബോത്ത്, അതായത് ഇൻകം ജനറേറ്റും ചെയ്യണം, പിന്നെ പ്രൊവൈഡറും ആണ്, ഫുഡും ഇതൊക്കെ അങ്ങനെ ഒരുക്കുന്ന ഒരു മേഖല നമുക്കുണ്ടല്ലോ സ്ത്രീകൾ. ഐ ആം ദ ബ്രെഡ് വിന്നർ ഓഫ് ദ ഫാമിലി ആൻഡ് ഐ ആം ദ പ്രൊവൈഡർ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അധികം ഭയങ്കരമായിട്ട് ഇൻഡൾജ്ഡ് ആവാറില്ല. അതോ ഓക്കെ ഉണ്ട്, അങ്ങനെ സംഭവിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഐ ബി ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ് ഓൾവേസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് കോൾസ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഓവർവെൽംഡ് ആവും. കുറേ കോംപ്ലിമെന്റ്സ് വരുമ്പോൾ എനിക്ക് അത് റിസീവിങ് എൻഡിൽ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനന്ന് ഫോൺ കുറച്ച് മാറ്റി വെച്ചു, കാരണം എനിക്ക് പറ്റുന്നുണ്ടായില്ല. അപ്പം രശ്മി, എൻ്റെ ഫ്രണ്ട് രശ്മി, അവള് പറഞ്ഞു തൽക്കാലം നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, കാം ഡൗണേ, ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട, റിപ്ലൈസും കോൾസും ഒക്കെ നമുക്ക് പിന്നെ റിപ്ലൈ ചെയ്യാം, ഇപ്പം കാമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കാമാക്കി ഇരുത്തി. ഇല്ലെങ്കിൽ ഞാൻ അയ്യോ ഇവർ വിളിക്കുന്ന റിപ്ലൈ ചെയ്യേണ്ട ഈ ഒരു സാധനം അടിക്കും. അപ്പം അതാ പറഞ്ഞ നമ്മുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നതും ഗോ ത്രൂ ചെയ്യുന്ന തിങ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്.
പക്ഷെ ഒരു സ്ക്രീനിൻ്റെ മുന്നിലും അല്ലെങ്കിൽ ഒരു സ്റ്റേജിൻ്റെ മുന്നിലും ഞാൻ പെർഫോം ചെയ്യുന്നതും ഞാൻ എന്താ പറയുക എല്ലാവരെയും ഭയങ്കര ഹാപ്പി ആക്കുന്നതൊക്കെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരുപാട് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ കേട്ടോ, എല്ലാവർക്കും ഉള്ളതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും പറയാം, ഇപ്പം എന്തായാലും എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് ആ ഒരു ബറോസിലേക്ക് എത്തിയതിന്റെയും അങ്ങനത്തെയും കാര്യങ്ങളായിരുന്നു ചോദിച്ചത്. ഞാനും ആ ഒരു ചോദ്യത്തിൽ നിന്നും മാറി, ഞാൻ ചോദ്യത്തിൽ നിന്ന് മാറി. അല്ല, അപ്പം അങ്ങനെയാണ് ബാറോസിൽ ആക്ച്വലി വോയിസ് അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. മറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ലൈക്ക് നമുക്ക് വി കാൺ ഡിറ്റർമിൻ വാട്ട് ജെൻഡർ ദാറ്റ് ക്യാരക്ടേഴ്സ്. അപ്പം ശരിക്കും ഒരു ആണുങ്ങളാണോ ശബ്ദം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ആണുങ്ങൾ ശബ്ദം കൊടുത്താലും അതിന് മാച്ച് ചെയ്യുമായിരുന്നു ആക്ച്വലി. അപ്പം എന്നെ അവർ അങ്ങനെയാണ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള മാക്സിമം രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് വോയിസിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതിൽ ഈവിൾനെസ് ഉണ്ട്, പ്ലോട്ടുണ്ട്, പ്ലാനിങ് ഉണ്ട്. അപ്പം ആ ഒരു ട്വിസ്റ്റ് വോയിസിൽ കൊണ്ടുവന്ന് അതിലൊരു ബേസ് സാധനം കൂടി ഒന്ന് ആഡ് ചെയ്ത്, ഇപ്പം യൂഷ്വലി ഞാൻ സംസാരിക്കുന്ന ഒരു ടോൺ അല്ലാണ്ട് അതിപ്പോൾ അധികവും ഡബ്ബിങ്ങിൽ ഇപ്പം നമ്മളൊരു ഈ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഫേഷ്യൽ ഫീച്ചേഴ്സും അവരുടെ ബോഡി ലാംഗ്വേജസ് നോക്കിയിട്ടാണ് ടോണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ടോണ് ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം കൊടുത്ത ടോൺ ഓക്കെ ആണെങ്കിൽ ആ ടോൺ വെച്ചിട്ട് തന്നെ എല്ലാ പിന്നെ റീൽസ് വരുമ്പോഴും അതൊന്ന് മാച്ച് ചെയ്ത് നോക്കും. ഈ കൊടുത്ത ടോണ് ഈ സെയിം ടോണ് മാച്ച് ചെയ്യണം എന്നുള്ളൊരു സാധനം തോട്ട് കൊടുത്തിട്ടാണ് പിന്നെ അത് ബാക്കി ചെയ്യുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് ഡബ്ബിംഗ് എന്ന് പറയുന്നത്. ഡബ്ബിങ് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാ ഇപ്പം ഡബ്ബിങ്ങിനോട് ഇത്രയും ഒരു ഇഷ്ടം തോന്നാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഞാൻ ബേസിക്കലി അത്ര ക്യാമറ ഫ്രണ്ട്ലി ആണോ എന്ന് എനിക്കറിയില്ല. അതിന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോഴും ശബ്ദം എന്ന് പറയുന്നത് അതിൽ പെർഫോമൻസിനെക്കാട്ടിയും കൂടുതൽ എല്ലാവരെയും ടച്ച് ചെയ്യുന്ന ഒരു മീഡിയമാണ് ശബ്ദം എന്ന് പറയുന്ന മീഡിയം. അപ്പം ആ മീഡിയത്തിന് നമ്മൾ ഏച്ചുകൂട്ടലുകളില്ല, പുറംമൂടികളില്ല, അത് നേരെ ഹൃദയത്തിലേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പം അതുകൊണ്ട് ആസ് എ വോയിസ് ആർട്ടിസ്റ്റ് ഞാൻ സാധാരണ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ടാണ് അതിൻ്റെ ആ സെയിം എക്സ്പ്രഷൻ മുഖത്ത് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് തന്നെ വേറെ ആൾക്കാരെങ്കിലും കാണുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓഫ് ആക്കി തിരിഞ്ഞ് നിന്നിട്ട് സ്ക്രീൻ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മൈ ഓൺ പാഷൻ, ഐ ഡോണ്ട് നോ ഹൗ. പക്ഷേ ഐ എക്സ്പ്ലോർഡ് എ ലോട്ട് ഇൻ ദാറ്റ്. ഇപ്പം ലോക്കേണ്ടതാണെങ്കിലും അതെ, ലോക്കേണ്ടത് കല്യാണീൻ്റെ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്ന സമയത്ത് എന്താ ചോദിക്കാൻ പോയത്? ഇല്ല, കല്യാണീൻ്റെ ഒരു സൗണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇനി കല്യാണീൻ്റെ വരുന്നതിലൊക്കെ ഇനി നമുക്ക് സൈനോറ തന്നെയാണോ സൗണ്ട് ആയിട്ട് ഉണ്ടാവുക എന്നൊക്കെ. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ചന്ദ്ര എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പൊ നീലി ചന്ദ്രയായി മാറുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടറിന് അത്രയും ഡെപ്തും പിന്നെ അതിനോടൊപ്പം തന്നെ സൈലൻസസും ഉണ്ട്. ആ ക്യാരക്ടർ ഷീസ് നോട്ട് ലൗഡ്, ഷീസ് ഡിറ്റർമിൻഡ്, ഷീ നോസ് എവറിത്തിങ്. അപ്പോൾ എനിക്ക് ആ നോയിങ് ആണ് വോയിസിലോട്ട് കൊണ്ടുവരേണ്ടത്. ലൗഡായിട്ട് പറയുമ്പം അത് സ്ട്രെങ്ത് ആണ് എന്നുള്ളൊരു സാധനമല്ല, സൈലൻസിലും സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളൊരിതാണ്. അപ്പം ടോൺ ഡിറ്റർമിൻ ചെയ്ത് ഇതേമാതിരി ടോണിനനുസരിച്ചിട്ട് ഫേസിനനുസരിച്ചിട്ട് ഭയങ്കര ലൗഡായാലും ചിലപ്പം കല്യാണീൻ്റെ ഫേസിന് ചിലപ്പോൾ മാച്ച് ചെയ്യില്ല. അതെ അതെ. അപ്പം അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പം ഓടും കുതിരയിലും സൈനോറ തന്നെയല്ല. അപ്പം ഈ കല്യാണിയുടെ തന്നെ 2 കഥാപാത്രങ്ങൾ, ഒന്നിൽ നിന്ന് ഒന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം അതിലെന്തെങ്കിലും ചലഞ്ചിങ് ഉറപ്പായിട്ടുണ്ടായിരുന്നു. കാരണം അത് ബാക്ക് ടു ബാക്ക് ആയിരുന്നു. ലോകാൻ്റെ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 സെഷൻസ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് ഡൊമിനിക് പറയുന്നത് അൽത്താഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു പടം കൂടി ഉണ്ടോ ഒന്ന് വോയിസ് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്, ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ പോയി. ആ ക്യാരക്ടറാണെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അതിന് ഈ ചന്ദ്രൻ്റെ ടോണ് പോരാ, അതിന് ഡിഫറെൻ്റ് ഒരു ടെക്സ്ചറൽ വോയിസ് കൊടുത്തു. കുറച്ചും കൂടി ഒരു ഹൈ പിച്ച്ഡ് ആയിട്ട് ആണ് അതിൻ്റെ അടുത്ത് കല്യാണം ഞാനേ ഒരു സ്വപ്നം കണ്ടു. ആ ഒരു സാധനം എന്തൊരു സ്വപ്ന, നല്ല ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ പറഞ്ഞ ഒരു കുതിരയുടെ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. എനിക്ക് അതിൻ്റെ ഇതൊന്നും എനിക്കത്ര ഓർമ്മ കിട്ടുന്നില്ല. നല്ല അലുവാ കഷ്ണം പോലൊരു കുതിര, നല്ലൊരു അലുവാ കഷ്ണം പോലൊരു കുതിര, ഈ ഒരു ടോണിൽ സംസാരിക്കാം. അപ്പം ഭയങ്കര ഡ്രീമിയാണ് ആ ക്യാരക്ടർ. നിധി
നിധി ഭയങ്കര ഡ്രീമിയാണ്, ഒരുപാട് സംസാരിക്കുന്ന ക്യാരക്ടറാണ്, കുറേ കൺഫ്യൂഷൻസ് ഉള്ള ഒരാളാണ്, കുറേ ചിന്തിക്കുന്ന ഒരാളാണ്, നേരെ ഉൾട്ട കഥാപാത്രമാണ്. അപ്പം ഒരു ദിവസം ഞാൻ ആക്ച്വലി രണ്ടിനും ഡബ് ചെയ്യാൻ പറ്റിട്ടുണ്ട്. ലോക കഴിഞ്ഞ് നേരെ ഓടും കുതിര ചാടും ലോകേന്റെ ടോണറ്റ് ഇവിടെ നിധിക്ക് വന്നിട്ടുണ്ട്. അതപ്പോ അവർ ഇത് നീലിയാട്ടോ, ഇത് കുറച്ച് മാറിയിട്ടാ, അത് ലോക്കെ ആയോ എന്നൊരു ഡൗട്ട് ഇതൊക്കെ പറയും, പോവാറൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം റെക്കോർഡ് ചെയ്ത് വെച്ച ടോൺ എനിക്ക് എപ്പോഴും കേൾക്കണം. ഇപ്പൊ ഒരു പുതിയൊരു പുതിയൊരു സെഷനാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഞാൻ ഇതൊന്ന് പ്ലേ ചെയ്ത് തരാൻ ചോദിക്കും, എന്നിട്ട് ആ ടോൺ വെച്ചിട്ടാണ് പിന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും അത് ആക്ടിങ് എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഉള്ളത്. ഉറപ്പായിട്ടും ആ എക്സ്പ്രഷൻസ് മുഖത്ത് വരുത്തിയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ആൻഡ് ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തതും എനിക്ക് ചാലഞ്ചിങ് ആയിരുന്നു, ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു അത്. പക്ഷെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. ഇപ്പൊ നമുക്ക് ഈ ബറോസിന്റെ ഏതെങ്കിലും അവാർഡൊക്കെ കിട്ടിയില്ല, അപ്പൊ അതിന്റെ ഏതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? തൻ്റെ യജമാനരോടുള്ള അചഞ്ചലമായ വിശ്വസ്തത, അതാണ് ഭൂതത്തിൻ്റെ കരുത്ത് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെന്തോ ആയിരുന്നു അത്. അപ്പൊ എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു താങ്ക്സ് പറയാൻ തോന്നിയത് ബറോസിലേക്ക് വിളിച്ച ആരോടെങ്കിലും ആയിരുന്നു? ഞാൻ ടി കെ രാജീവ് സാറിനെയാണ് വിളിച്ചത്. രാജീവ് സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡാണ്, അതിന് ഞാൻ ഭയങ്കര താങ്ക് യു പറയുന്നു നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞു. അവനെ ഭയങ്കര ഹാപ്പിയായി മൂപ്പര്. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഈ ലോകയാണെങ്കിലും ഓടുകുതിരയാണെങ്കിലും ഭയങ്കര വലിയൊരു എന്താ പറയാ പ്രതികരണമാണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്നത്. നന്നായിട്ട് സൗണ്ട് നന്നായിട്ട് സിങ്കായി, കല്യാണിന്റെ സൗണ്ടായിട്ട് ഇനിയിപ്പോ സൈനോരന്റെ മാറും, അങ്ങനെയൊക്കെയുള്ള നമുക്കിപ്പോ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ കാണാം. കാരണം വളരെ സിങ്കായിട്ട് ഇപ്പം അത് കല്യാണിയല്ലേ പറയുന്നത് സൈനോരയാണോ എന്നുള്ള രീതിയിലേക്ക് നമുക്കത് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരം ആൾക്കാർ ഇത് കൂടുതൽ അറിയുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്ക് അങ്ങനെ കുറേ കോംപ്ലിമെന്റ്സ് കിട്ടുമ്പം ഞാൻ കുറച്ചൊന്ന് ഇതാവും, അങ്ങനെ എത്ര അങ്ങോട്ടേക്ക് കോംപ്ലിമെന്റ് ചെയ്യണം അല്ല, ബേസിക്കലി അങ്ങനെ അതാ പറഞ്ഞത്, റിസീവിങ് എൻഡിൽ ഇരുന്നിട്ട് അങ്ങനെ ശീലമില്ല. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഓക്കെ താങ്ക് യു ഇതെന്താ ബിക്കോസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ്. ബിക്കോസ് ഇപ്പം ഷോസിനാണെങ്കിലും ചില സ്ഥലത്ത് ഒക്കെ പോയപ്പം ചില ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നിട്ട് ലോക നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ താങ്ക് യു, അപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു ഭയങ്കര ഒരു സ്നേഹം വരും. പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിയും ഡബിങ് നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടമാണ്. ഇപ്പം ഡബിങ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുമ്പോഴും വളരെ എടുക്കുന്നത് വളരെ സെലക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടാ? അത് അങ്ങനെയൊന്നുമില്ല, അങ്ങനെ സെലക്റ്റീവ് ആയിട്ടൊന്നുമല്ല. എനിക്ക് വരുന്നത് ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഹേ ജൂഡിൽ തൃഷയ്ക്ക് വേണ്ടി ശബ്ദം നൽകി. അതിന് മുമ്പ് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിമിലാണ് ശബ്ദം കൊടുക്കുന്നത്. ജിലു ജോസഫിന് വേണ്ടിയിട്ട് സൗമ്യ സദാനന്ദനാണ് ആദ്യമായിട്ട് സായക്ക് ഡബ്ബിങ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ച്. അപ്പം അത് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു തമാശ പറഞ്ഞപ്പോൾ സൗമ്യ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സായ ഡബ് ചെയ്യുമോ? ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്യുമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവൾ ജിലുവിന് വേണ്ടിയിട്ട് അങ്ങനെ റാബിറ്റ് ഹോളിലാണ് ഞാൻ ആദ്യമായിട്ട് വോയിസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഹേ ജൂഡിൽ ഞാനൊരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് പോയി, ഔസേപ്പച്ചൻ സാറിൻ്റെ മ്യൂസിക്കിൽ. പാട്ട് പാടാൻ വേണ്ടി പോയ സമയത്ത് ശ്യാം സാർ ഉണ്ടായിരുന്നു, ശ്യാം പ്രസാദ് സാർ. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, സായ ഇങ്ങനെ തൃഷയ്ക്ക് വേണ്ടിയിട്ടൊരു വോയിസ് നോക്കുന്നുണ്ട്, മലയാളി വോയിസ്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ആക്സെൻറ്റ്, അപ്പം എനിക്ക് അതൊക്കെ ടെൻഷനുണ്ട്, കണ്ണൂർ ഭാഷ വരുമോ? അപ്പം പറഞ്ഞില്ല, ബേസിക്കലി മലയാളവും ഇംഗ്ലീഷും ആണ് കൂടുതൽ സംസാരിക്കേണ്ടത്. അപ്പം ചെയ്യാം. അപ്പം ഞാനപ്പോൾ തന്നെ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിന് ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റും എന്നുള്ള. പിന്നെ ഹേ ജൂഡിൻ്റെ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5-6 ദിവസമെങ്കിലും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ശ്യാം പ്രസാദ് സർ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം ചിലപ്പോൾ ഒരു ആൻറ്റിസിപ്പേഷനിൽ ഒരു ബ്രെത്ത് ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഫീച്ചേഴ്സ് ശരിക്കും ഒബ്സർവ് ചെയ്യുന്ന പറയുമ്പം ഒരു ചെറിയൊരു ബ്രീത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ബ്രീത്ത് അടക്കം ഒന്ന് ഇട്ട് നോക്കിയിട്ട് സംസാരിക്കും. അങ്ങനെ പറഞ്ഞാൽ അത് പിന്നെ ഒന്നും കൂടി ചെയ്യണം. അപ്പോൾ അത് ബെറ്ററായി ചില ഏരിയാസിലായി ഇവിടെ ഇമോഷൻ പോരാ എന്നുള്ളൊരു സാധനമൊക്കെ വരുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അവിടെയാണ് ഞാൻ ആക്ച്വലി ഒബ്സർവ് ചെയ്യാൻ പഠിച്ചത്. ഓക്കെ,
ഡബ്ബിങ് ചെയ്യുമ്പം നമ്മൾ ആ ക്യാരക്ടറിനെ ഒബ്സർവ് ചെയ്യണം. ചിലപ്പോൾ ഒരു മൂവ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കും വന്ന് നിൽക്കുന്നുണ്ടാവുക, ചിലപ്പം വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയമൊക്കെ ഞാൻ ഏതൊക്കെയോ ഡബ്ബിങ്ങിൻ്റെ സെഷനിൽ വെള്ളം കുടിച്ചുകൊണ്ടൊക്കെ ഞാൻ എൻ്റെ കയ്യിലൊരു ബോട്ടിൽ വെച്ചിട്ട് തന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അപ്പം അങ്ങനെ ഹേ ജൂഡ് ചെയ്തു. പിന്നെ അതിനുശേഷം സ്റ്റാൻഡപ്പിൽ നിമിഷ സജലിന് വേണ്ടിയിട്ട്, ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ് നിമിഷ, അങ്ങനെ ശബ്ദം കൊടുത്തു. വൈറൽ സെബിയിലൊരു പാലസ്റ്റീനിയൻ സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ശബ്ദം, ഒരു പാലസ്റ്റീനിയൻ ഗേളാണ്, ഇവിടെ വന്നിട്ട് പെട്ടുപോയിട്ട് തിരിച്ചു പോകുന്ന അങ്ങനെ. അപ്പം അവരുടെ ഭാഷയിൽ ഡബ് ചെയ്യേണ്ടി വന്നു, മലയാളം അറിയാത്ത രീതിയിൽ ഡബ് ചെയ്യേണ്ടി വന്നു. മലയാളം അറിയാത്തപ്പല്ല, അത് ഭയങ്കര ടഫായിരുന്നു. അതൊന്ന് പറഞ്ഞേ. അത് ഭയങ്കര അതായത് നിങ്ങൾ എന്താണ് പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ സംസാരിക്കരുത്, ഇങ്ങനെ പറയുമ്പോഴേ നമുക്കറിയാലോ മലയാളം, പക്ഷെ മലയാളം അറിയാത്ത ഒരാൾ എങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ പാലസ്റ്റീനിയനൊരു സോങ്, അവരുടെ നാഷണൽ ആന്തവും ഈ കുട്ടി ഇങ്ങനെ മൂളിപ്പാട്ട് പാടുന്നത് മാതിരി പാടേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് വിധു എനിക്ക് അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നിട്ടോ. കാരണം മലയാളം അറിയുന്ന ഒരാള് അറിയാത്ത പോലെ സംസാരിക്കുന്നത് കുറച്ച് ടഫാണ് ആക്ച്വലി. ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയായിരുന്നു അതിനൊരു കാരണം? ഞാൻ മുന്നത്തെ ഒരുപാട് സംസാരങ്ങൾ കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചലഞ്ചിങ് സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നും അത് തരണം ചെയ്തിട്ടുണ്ടെന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അതൊരു പ്രചോദനം അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ചലഞ്ചസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും ലൈഫിൽ. ചലഞ്ചസ് സംഭവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് കുറേ കാലം മുമ്പൊക്കെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ ആക്ച്വലി ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അത് ചെറുപ്പകാലത്തിലും അതെ, കല്യാണം കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലും അതെ. എനിക്കത് പറയാൻ പറ്റുമെന്നും കൂടി എനിക്കറിയില്ല. അപ്പം ഈ അനുഭവങ്ങളൊക്കെ എവിടേക്കോ നമ്മുടെ ഉള്ളിൽ പെയിന് തന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് ആ എക്സ്പീരിയൻസസും ആ പെയിനും വാട്ട് എവർ ഐ ഹവ് ഗോൺ ത്രൂ, അതിൽ നിന്ന് എനർജി ഇംബൈബ് ചെയ്തിട്ട് ഐ ഹവ് ട്രാൻസ്ഫോംഡ്. ഞാനൊരു വിക്ടിമാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് മെല്ലെ ഗ്രാജുവലി ഐ ആക്ച്വലി ഐ എം ഡിസ്കവറിങ് അബൌട്ട് മൈ സെൽഫ്, നോയിങ് ദാറ്റ് ഐ എം എ സർവൈവർ, നോയിങ് ദാറ്റ് ഐ എം എ ഫൈറ്റർ. പക്ഷെ ഫൈറ്ററിൻ്റെ ഫയറൊക്കെ ചില കാരണങ്ങളാൽ നമുക്ക് എപ്പോഴും അങ്ങനെ ഒരു ഫൈറ്റിംഗ് മോഡിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ബിക്കോസ് വി നീഡ് ടു ബി ടെൻഡർ ആൻഡ് വെരി വാം അറ്റ് സം പ്ലേസസ്. അപ്പം അങ്ങനെ എന്നെ ഒരുപാട് ലൈഫ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിതുവരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ എനിക്ക് മീഡിയയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമോ സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷെ അതൊക്കെ എൻ്റെ സ്ട്രെങ്ത്സ് ആണ്. അത് എന്നെ ലൈഫിനെ എങ്ങനെ എന്നെ മാറ്റി എന്നുള്ളത് എനിക്കറിയാം. ബിക്കോസ് ഞാൻ ഗോ ത്രൂ ചെയ്തതായതുകൊണ്ട് എനിക്കത് നന്നായിട്ടറിയാം എങ്ങനെ എവിടെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ഫേസിൽ ഞാൻ ഇടറിയിട്ടുണ്ട്, എവിടെയൊക്കെ ഞാൻ വീണിടത്തുനിന്ന് എണീക്കണം. പക്ഷേ വീണ് കടന്നിട്ടുണ്ട് കുറേ കാലമൊക്കെ, പക്ഷെ അവിടുന്ന് എണീക്കാൻ പഠിക്കണം. അതാണ് പലപ്പോഴും ആ എണീക്കാൻ പഠിക്കുന്നതിലായിരിക്കും അധികം ആൾക്കാരും സ്റ്റക്കായി പോകുന്നുണ്ടാവുക. ആയിരിക്കും. കാരണം എണീക്കാൻ പറ്റും എന്നറിയില്ല, ഇത് പറ്റിപ്പോയല്ലോ എന്നുള്ളത്. അതാണ് ആ വിക്ടിമൈസേഷൻ ലൂപ്പിൽ വന്നാൽ അത് ബുദ്ധിമുട്ടാണ്. വിക്ടിം മെൻറ്റാലിറ്റി ആയിട്ട് അയ്യോ ഇത് എനിക്ക് സംഭവിച്ചല്ലോ അങ്ങനെ പറഞ്ഞ് കുറേ കാലം കരഞ്ഞുകൊണ്ടിരിക്കും. എത്ര കാലം കരഞ്ഞുകൊണ്ടിരിക്കും? അതിനൊരു ഡിഫറൻസ് വേണ്ടേ? അതൊക്കെ മെൻ്റലി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കിൽസാണ് അതൊക്കെ. ആൻഡ് അവിടുന്ന് ബെറ്റർ ആവണം, ഇങ്ങനെയല്ല എൻ്റെ ലൈഫ് വേണ്ടത് എന്നുള്ള തീരുമാനം ഉള്ളിൽ ഫോം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ എക്സ്പീരിയൻസസ് ഒക്കെ എന്നെ ആക്ച്വലി ഇപ്പം ഈ പറഞ്ഞ മാതിരി എന്നെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എപ്പോഴൊന്നും ഞാൻ സ്ട്രോങ് അല്ല, എപ്പോഴൊന്നും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കില്ല. പക്ഷേ അങ്ങനത്തെ സ്റ്റേറ്റ്സും അങ്ങനത്തെ ഭാവങ്ങളും ഒക്കെ കാണുന്ന, അങ്ങനത്തെ ഫേസസ് ഒക്കെ കാണുന്നത് ഞാനുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, ഇപ്പം മമ്മി, ഡാഡി, എൻ്റെ മോള്, എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം. അല്ലാണ്ട് അങ്ങനത്തെ ഒരു അനുഭവമൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടും ഇല്ല. അങ്ങനെ ഒരു സാധനം വെച്ചിട്ട് എനിക്ക് ആക്ച്വലി അങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ല. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമായിരിക്കും, ചിലപ്പോൾ എഴുതുമായിരിക്കും, ചിലപ്പോൾ എഴുത്തിലൂടെ ആയിരിക്കും ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ എന്നെ ഈ ഒരു പോയിന്റിലെത്തി നിൽക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട്. ഇപ്പോഴും ഡാഡി ഫ്രണ്ട് ഉണ്ട് അവിടെ, അപ്പൊ ഫ്രണ്ടിനോടുള്ള
ഫ്രണ്ട് ഇമോഷണൽ ആയി പോയി. അയ്യോ, ഫ്രണ്ടിനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത് അല്ലേ? ഫ്രണ്ട് കുറച്ച് ഇമോഷണൽ ആയി പോയി ഞങ്ങൾ ഈ സംസാരിച്ചിങ്ങനെ. അത് നമ്മൾ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാലോ നമ്മളത് അങ്ങനെ ഒരു ഫ്ലോയിലേക്ക് അങ്ങ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ അറക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണത്. ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെ കുറിച്ചിട്ടും. അതൊക്കെ വളരെ നല്ല ബോധ്യത്തോടു കൂടി തന്നെയാണ് ആ ടൈമിൽ ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് ഇപ്പം എനിക്ക് അങ്ങനെ എല്ലാത്തിനും ഇടപെടണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇപ്പോൾ എല്ലാം കണ്ടന്റ് വൈസ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നത്. ഒരു കണ്ടന്റ് തീർന്നു, അത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മളെടുക്കുന്ന ഇമോഷണൽ എന്താണ് വെയിറ്റ്, ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് അത് നമ്മൾ മാത്രമേ നമുക്കറിയുള്ളൂ. അത് എക്സ്പ്രസ് ചെയ്തിട്ടും കാര്യമില്ല. എക്സ്പ്രസ് ചെയ്താൽ തന്നെ അത് വേറെ കിംവദന്തി, വേറെ കോൺസിക്വൻസസ് ഒക്കെ വരും. അപ്പം അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ മാത്രം ഞാൻ സംസാരിക്കാറുള്ളൂ. ഇപ്പൊ ഈ ബോഡി ഷേമിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം ലാസ്റ്റ് ഗൗരിക്ക് ഉണ്ടായൊരു സംഭവം, ഗൗരി അത് വളരെ നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങൾ, ഇപ്പം എന്തുകൊണ്ടാണ് അവർ അത്തരം ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന, ഒരു മടിയില്ലാണ്ട് ചോദിക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് അത്ഭുതം. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതുപോലുള്ള ഒരു സദസ്സിൽ വന്നിരുന്ന് ചോദിക്കും, അതൊക്കെ എങ്ങനെയാണ് എപ്പോഴും നോക്കിക്കാണുന്നത്? ഐ മീൻ ഇവർക്കിത് അറിയില്ല ഇത്രയും പ്രായമായിട്ട്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അതാണ് പ്രശ്നം. ആ പ്രായം ആയല്ലോ, അവരൊരുപാട് സൊസൈറ്റി വൈസ് അവരൊരുപാട് കണ്ടീഷൻഡ് ആണ്. ഇങ്ങനെയാണ് ഇരിക്കണം സ്ത്രീകൾ, ഇങ്ങനെ ആയിരിക്കണം, അവിടെ നിന്നൊന്നും മാറിയാൽ അതെന്താ അങ്ങനെ. അപ്പം അങ്ങനെയുള്ള ആ തലമുറയിലെ ആളുകളെ നമ്മളായിട്ട് കൊണ്ടുപോയിട്ട് കറക്റ്റ് ചെയ്യാൻ നിന്നാൽ എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഒരു ഈഗോ ബൂസ്റ്റിങ്ങിന് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എല്ലാവർക്കും ഒരു ഈഗോ ഉണ്ട്. അപ്പോൾ ആ ഈഗോ ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു സമൂഹം എന്നുള്ള നിലയിൽ മറ്റുള്ള മനുഷ്യരോട് നമ്മളെങ്ങനെ കൈൻഡായിട്ട് പെരുമാറേണ്ടത് എന്ന് ഒരു അവബോധമില്ലാത്ത ആളുകളുടെ അടുത്ത് ആക്ച്വലി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര എഴുതിയിട്ടും കാര്യമില്ല, എത്ര ഇൻ്റർവ്യൂസ് സംസാരിച്ചിട്ടും കാര്യമില്ല. അത് അവരുടെ ഉള്ളിൽ അവർക്ക് ഫീൽ ചെയ്യണം. ഓക്കെ, ഇത് അവരെ വിഷമിപ്പിച്ചു. അപ്പം നമ്മളുടെ ഉള്ളിൽ ആ ഒരു സാധനം ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അവിടെ നമുക്ക് വിഷമാവുന്നുണ്ട്, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് കുറച്ച് അങ്ങനത്തെ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരാളോട് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗൗരി റിയാക്ട് ചെയ്തത് വളരെ നന്നായി. അതെ, ആ ഓൺ ദി സ്പോട്ട് തന്നെ വളരെ നന്നായി. കാരണം അതൊരു ഡിബേറ്റാണ്. അത് ഒരു വലിയൊരു ഇഷ്ടം പോലെ കോൺവെർസേഷൻസിന് ഒരു തിരി കൊളുത്തി വിട്ടു. എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്, വൈ എന്നുള്ളൊരു സാധനം വന്നപ്പം പീപ്പിൾ സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, പീപ്പിൾ സ്റ്റാർട്ടഡ് ഹാവിങ് ഡിബേറ്റ്സ് അബൌട്ട് ഇറ്റ്. അറ്റ്ലീസ്റ്റ് രണ്ട് പക്ഷം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ഇന്ന ആൾക്കാർ ചിന്തിക്കുന്നതും ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കാൻ ശ്രമിക്കുന്നതും എന്നുള്ള വ്യത്യാസമുണ്ട്. നമ്മളെല്ലാവരും തന്നെ നമ്മൾ ജനിച്ചപടി ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മളുടെ തോട്ട്സ് പല എക്സ്പ്രഷൻസും പല എക്സ്പീരിയൻസിൽ ഗോ ത്രൂ ചെയ്താണ് മെറ്റമോർഫൈസൈസ് വരുന്നത്, മെറ്റമോർഫസൈസ്ഡ് ആയിട്ട്. നമ്മൾ ഇപ്പോഴും ചില ഏരിയയിൽ, ഇപ്പം എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ചില ഏരിയാസിലോ ഇതെനിക്ക് കറക്റ്റ് ചെയ്യാനുണ്ട്, ഈ ഒരു ഏരിയയിൽ ഞാൻ ഇപ്പോഴും അല്ല എന്നുള്ള തോട്ട് എനിക്കുണ്ട്. അത് എൻ്റെ ഈഗോ മേരി വെച്ച് ഞാൻ ഭയങ്കര എല്ലാം തികഞ്ഞതാണെന്നല്ല പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ആയിട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു ഏജ് നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ കുറച്ച് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് ജെൻസീസ് വരുന്നുണ്ട്. എൻ്റെ മോളോട് സംസാരിച്ചിട്ടില്ലല്ലോ. അയ്യോ, അത് വേറൊരു യൂണിവേഴ്സാണ്. വേറൊരു യൂണിവേഴ്സിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അവരുടെ അടുത്ത് ഈ ഒളിപ്പിച്ച് വെച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ കൃത്യമായിട്ട് പറയും എന്തിനാണ്, പിന്നെ എന്തിനാണ് ഇത് കൊണ്ടുള്ള ആവശ്യം, വൈ ഒരു സാധനം ടക്കുന്നിട്ട് വരും. അപ്പം അതുപോലെ നമുക്കാവാം, നമ്മൾ ശ്രമിക്കുന്നുണ്ട്. വി ആർ ലേണിംഗ് ഫ്രം ദം. ചെറിയ മക്കളുടെ അടുത്താണെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം എന്താണോ അവരുടെ തോട്ട് പ്രോസസ്സസ് എന്നുള്ളത്. അപ്പം ഞാനാദ്യം ബോഡി ഷേമിങ്ങിനൊക്കെ ഭയങ്കര ഘോരമായിട്ട് ഒരുപാട് പോസ്റ്റൊക്കെ ഇട്ട ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് അവിടെ ആ ഏരിയയിൽ എനിക്ക് ആക്ച്വലി സിമ്പത്തിയും ഒരു അനുഭവമാണ് വരുന്നത്. ഇവരെല്ലാം ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലിനെക്കാട്ടിയും അവരുടെ ലൈഫിനെ കുറിച്ചായിരിക്കും എനിക്ക് സങ്കടമാണ് വരുന്നത്. ഇവർ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ ദൈവം ചിന്തിക്കുന്നത്. ഇവരുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർ ഭയങ്കര ഒരു ടോക്സിക് ഒരു എൻവയറമെന്റിലായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പിന്നെ ചില ആൾക്കാരുടെ ഇപ്പോൾ ബോഡി ഷേമിങ് വീട്ടിൽ നിന്ന് തന്നെയുള്ള കുട്ടികളുണ്ട്.
സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയും സ്വന്തം അച്ഛനും ബോഡി ഷേമിങ് ചെയ്യുന്ന, സ്വന്തം സഹോദരന്മാർ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അത്രയും ക്ലോസ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് വേണം ഇതിനെതിരെ പ്രതികരിക്കാൻ. ചില ആൾക്കാർക്ക് പറ്റില്ല. ഈ പാരന്റ്സ് പറയുന്നത് ഇപ്പൊ പറഞ്ഞ പോലെ പാരന്റ്സിന് അതൊരു വലിയ, കുട്ടികൾക്ക് അത് ഭയങ്കര പ്രശ്നമാകും എന്നറിയാത്ത പാരന്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മുടെയൊക്കെ പാരന്റ്സ്, അപ്പൊ എൻ്റെ ഒക്കെ പാരന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്ര അങ്ങോട്ടേക്ക് ഒരു അറിവ് എന്നുള്ളത് ആ ഒരു സമയത്തൊന്നും ഇല്ല. അപ്പം ഈ ഇത്തരത്തിലുള്ള നിറത്തിന്റെ ആണെങ്കിലും അങ്ങനെ കാണുമ്പോൾ അയ്യോ കരിവാളിച്ച് പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് കണ്ടീഷൻഡാണ്, അവരങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അത് നമ്മളുടെ മെന്റാലിറ്റിനെയും നമ്മളുടെ കോൺഫിഡൻസിനെയും അത് ബാധിക്കാതെ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും, മുന്നേറാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊരു ഫ്ലോ അല്ല. എൻ്റെ ഈ കളർ എന്ന് പറയുന്നത് എൻ്റെ ഫ്ലോ അല്ല, എൻ്റെ ഭംഗിയാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്കിന്നാണിത്. പക്ഷെ ഇതിലേക്ക് വരാൻ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലോട്ട് വരാൻ ഒരുപാട് കാലെടുത്തു. ഞാൻ ഒരുപാട് എന്നെ ഹേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവരെ പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ സൈക്കിളൊക്കെ ഗോ ത്രൂ ചെയ്ത് ഫൈനലി ഷട്ട് ദ ഡാഷ് അപ്പ്. ഇനി അവർ പറയട്ടെ, ഇതാണ് ഞാൻ, ഇങ്ങനെ തന്നെ ആയിരിക്കും ഇനി. ഇതാണ് എൻ്റെ ഫ്രീഡം, ഇതാണ് എൻ്റെ ലിബറേഷൻ, ഇത് എൻ്റെ ചോയ്സാണ്. ദിസ് ഇസ് മൈ ലൈഫ്. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വോണ്ട്. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് വിഷമിക്കാനും അതിന് വേണ്ടിയിട്ട് ദേഷ്യപ്പെടാനുള്ള ആ ഒരു സാധനം എനിക്കില്ല ഇപ്പം. ബിക്കോസ് അതുകൊണ്ട് കാര്യമില്ല. ചുമ്മാ ഇങ്ങനെ ക്യാമറയിൽ കാണുന്ന ദേഷ്യത്തോടെ അങ്ങനെയൊക്കെ പറയും എന്നല്ലാണ്ട് ഈ പറയുന്ന എല്ലാവരും ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മറക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ ചേഞ്ചസ് വരേണ്ടത് അവനവനിൽ നിന്നാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഒരാൾക്ക് ബെറ്റർ ആവണം, അവരുടെ ബേസിക്കലി ബെറ്റർ ആവണം എന്നുള്ളതല്ല തോട്ട് ആദ്യം വരേണ്ടത്. അവരുടെ ബിലീഫ് സിസ്റ്റത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ തോട്ട് പ്രോസസ്സ് എന്തോ ഒരു പ്രശ്നമുണ്ട്. ആസ് എ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ഐ നീഡ് ടു ബെറ്റർ അപ്പ്, ഐ നീഡ് ടു ബി ബെറ്റർ എന്നുള്ള തോട്ട് പ്രോസസ്സ് വരാണ്ട് അവിടെ ഒന്നും നടക്കില്ല. അവിടെ എപ്പോഴും ഈ വാഗ്വാദങ്ങളും വാൾ വലിച്ചിട്ട് ഈ വാളും പരിചയം മാത്രമേ നടക്കുള്ളൂ. ഒരാൾ പറഞ്ഞ അതിന് എഗൻസ്റ്റ് ആയിട്ട് വേറൊരാൾ കമൻറ്റ് ഇട്ട്, അപ്പോൾ അവിടെ ഫുൾ ടോക്സിസിറ്റിയാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം ഫേസ്ബുക്കിൻ്റെ കമൻസ് ഒക്കെ വായിച്ച് വിഷമിച്ച് കരഞ്ഞിരുന്ന എത്രയോ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മമ്മി എടുത്തോടെ നീ എന്തിനാണ് ഇതെല്ലാം കണ്ടിട്ട് ഇതാക്കുന്നത്, അവർക്ക് നിന്നെ അറിയും കൂടി ഇല്ലടി, അവരെന്തെങ്കിലുമൊക്കെ പറയട്ടെ എന്ന് പറയും. എൻ്റെ മോളാണെങ്കിലും അതെ, why mom don't ever look into the comments, okay എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഫേസസ് ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഫൈനലി ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും കാര്യമൊന്നുമില്ല, അവർ പറഞ്ഞേ പറഞ്ഞോട്ടെ എന്നുള്ളൊരു സാധനമാണ് വരുന്നത്. നമ്മുടെ ലൈഫും അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആണ്. പക്ഷെ അതിലും ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിലിറ്റി എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ല. ദർ ഇസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അത് ഗൗരി വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആ കുട്ടി ശരിക്കും കാണിച്ചു. അത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ആ കുട്ടീനെ അനുകൂലിക്കണം എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യം. കാരണം അങ്ങനത്തെ ചിന്താഗതികൾ തെറ്റാണ്. കാരണം ഇറ്റ് ഈസ് ഹെർ ബോഡി, ഇറ്റ് ഈസ് ഹെർ ചോയ്സ്, ഇറ്റ് ഈസ് ഹെർ എക്സ്പ്രഷൻ. അല്ലാണ്ട് അത് ഈ സിറ്റുവേഷൻ ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, ഇതൊക്കെ മാറുമോ, ഇതൊക്കെ എന്താണ്, ഇതിങ്ങനെ 2-3 ദിവസം സംസാരിക്കും, അടുത്ത ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ജനറേഷൻ ഈ ഒരു രീതിയിലേക്ക് പോകില്ല എന്നുള്ളൊരു വിഷയം. നമ്മളെ അടുത്ത ജനറേഷൻ അടിപൊളി ജനറേഷനാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമില്ല, അവർ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എൻ്റെ മോൾ എപ്പോഴും പറയും, നമ്മൾ വരുന്ന കാലഘട്ടത്തിൽ യുദ്ധങ്ങളൊന്നും ഉണ്ടാവില്ല മമ്മി, നമ്മളൊന്നും ബോധോട് പോലും ആയിരിക്കില്ല, ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറയും. രസമാണ് സെനൻ്റെ കൂടെ അവരുടെ സെനൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇരുന്ന് കോൺവെർസേഷൻ ചെയ്യാൻ. എൻ്റെ അനിയന് 3 പെൺകുട്ടികളാണ്. ഇവർ ഏകദേശം ഒരേ ഏജാണ്. അപ്പോൾ അവളെ കട്ടി കുറച്ച് ചെറുതുങ്ങളാണ്. ഇവരെ കൂടെ ഇരുന്ന് സംസാരിക്കണം അനുഷ. ഇവർ സംസാരിക്കാത്ത ടോപ്പിക് ഇല്ല. എങ്ങനെ പ്രപഞ്ചം ഉണ്ടാവുന്നത്, ഉള്ള ടോപ്പിക്ക് മുതൽ എങ്ങനെ റിലീജിയൻ വന്നത്, ഉള്ളൊരു സാധനങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നത് കേൾക്കണം, ഞെട്ടിപ്പോവും. ചെറിയ കുട്ടികളാണല്ലോ ഇവർ, ഇതൊക്കെയാണല്ലോ നമ്മള് ചെറുപ്പകാലത്തിൽ മറ്റേ അച്ചാർ തിന്ന കഥയും പൂച്ചനെ പിടിക്കാൻ പോയ കഥയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇവരിതൊക്കെയാണ് സംസാരിക്കുന്നത്. അവര് കാണുന്നതിൽ പോലും കുറെ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മുടെ കാലത്തൊക്കെയാണെങ്കിൽ നമ്മൾ TV വെച്ചാൽ കാണുന്നത് നമ്മൾ ചിലപ്പോൾ പോകും, അല്ലെങ്കിൽ കാർട്ടൂൺ, ഇതൊക്കെയാണ് എന്റെ ചെറുപ്പത്തിൽ. എനിക്ക് TV ഉണ്ടായിട്ടില്ല. ഞാൻ 1ാം
ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് TV വീട്ടിൽ കൊണ്ടുവന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പേ TV ഒന്നും ഇല്ല. അങ്ങനത്തെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിട്ടൊക്കെ വന്നതിൽ ഇവരൊക്കെ ജനിച്ചു വീഴുമ്പോൾ തന്നെ അവര് എല്ലാ ഇൻഫർമേഷനും അവരുടെ കൈയുടെ വിരൽ തുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആള് കണ്ണൂര് അവിടെ എവിടെയാണ്. അപ്പം കോൺവെന്റിൽ അവിടെ നിൽക്കുന്ന സമയത്ത് രാവിലെ ബുള്ളറ്റിലറ്റം പോകുന്ന ഒരു വിഷ്വൽ ഇങ്ങനെ അവക്ക് ക്രഷ് ആണെന്നാ പറഞ്ഞത്. സൈനറെ കാണുമ്പോൾ ഭയങ്കര ക്രഷ്. അതെ. അപ്പൊ ആ ഒരു കാലമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്നെ ആക്ച്വലി 2-വീലറും ബുള്ളറ്റൊക്കെ പഠിപ്പിച്ചത് ഹസ്ബൻഡായിരുന്നു. ഇപ്പൊ ഞാൻ 1 വർഷമായിട്ട് നമ്മള് ഇതാണ് സിംഗിളാണ് ഇപ്പൊ ഞാൻ. പക്ഷെ ആ സമയം ബുള്ളറ്റില് ഇതൊക്കെ പഠിപ്പിച്ചത് ഹസ്ബൻഡായിരുന്നു. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ലൈഫില് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പാഷൻസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഡ്രൈവിംഗ് ആണ്. ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവിംഗ്. ഇറ്റ്സ് ലൈക്ക് എ തെറപ്പി ഫോർ മീ. എനിക്ക് ഭയങ്കര മെഡിറ്റേറ്റീവ് ആണ് ഡ്രൈവിന് പോവാന്ന് പറയുന്നത്. ഇപ്പൊ മോളാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ പറയും രാത്രിയാകുമ്പോൾ, മമ്മ നമുക്ക് കണ്ടെയ്നർ റോഡ് വഴി ഒന്ന് ജസ്റ്റ് ഡ്രൈവിന് പോയിട്ട് വരാം. നമ്മൾ വണ്ടിയിൽ കയറും, എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സോങ്സ് ഇടും. ഞാൻ സംസാരിക്കില്ല, അവളും സംസാരിക്കില്ല. ഞാൻ ഫുൾ ഡ്രൈവിംഗ് മോഡിൻ്റെ ആ ഇതിലേക്ക് അങ്ങേ ഫ്ലോ ചെയ്ത് പോകും. ജന ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇതാണ് നമ്മളുടെ തെറപ്പി. നമ്മൾ ചുമ്മാ അങ്ങോട്ട് എടുക്കാൻ പോകും, എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വർത്താനം പറയും, ചിലപ്പോൾ എവിടെയെങ്കിലും നിർത്തും, അങ്ങനെ. അപ്പോൾ ഈ ഒരു ഡ്രൈവ് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു പാഷനാണ്. അപ്പം 2-വീലർ ഓടിക്കും ഞാൻ, ബുള്ളറ്റ്, ഹാർലി ഒക്കെ ഓടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിതുവരെ സ്വന്തമായിട്ടൊരു ബൈക്ക് ഇതുവരെ വാങ്ങിയിട്ടില്ല. വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ വാങ്ങണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹിക്കുന്ന ഒരു ബൈക്ക് ഏതാ? ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്, ഒരു വൈറ്റ് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. ആ മേഖലയായിട്ട് എനിക്ക് വലിയ ധാരണ ഇല്ല. എനിക്കത് അങ്ങനെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേറെ അബൌട്ട്സ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ വണ്ടി എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അത് അല്ലെങ്കിൽ ഹാർലി. ഞാൻ ഭയങ്കര ഈ ക്രൂസർ മോഡാണ്. എനിക്ക് മറ്റേ വും 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 ഉണ്ട്, അത് ഇടയ്ക്ക് വണ്ടിയിലുണ്ട്, കാറിൽ. പക്ഷെ എനിക്ക് ബൈക്ക് കുറച്ച് ക്രൂസർ മോഡിൽ ഇങ്ങനെ മുഖത്തെല്ലാം കാറ്റൊക്കെ അടിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം. എപ്പോഴെങ്കിലൊക്കെ മേടിക്കുന്ന ആഗ്രഹമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഞാൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു സൂപ്പർ ബൈക്ക് മേടിക്കണം എന്നുള്ള ഒരു സാധനം തോട്ടൊക്കെ ഇടണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അങ്ങോട്ടേക്ക് എത്താൻ എന്തായാലും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കും. അല്ല, അതെൻ്റെ ആഗ്രഹമാട്ടാ. എനിക്ക് ഒരു ലഡാക്കിലോ അവിടെ എവിടെയെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് പോകണമെന്ന് പറയും. പക്ഷെ സോളോ ട്രിപ്പിന്റെ കാര്യം മിണ്ടരുത്. ഞാൻ സോളോ ട്രിപ്പ് പോയിട്ട് ഹൃദയം തകർന്ന് തിരിച്ചു വന്ന ആളാണ്. സോളോ ട്രിപ്പ് പോയിട്ടുണ്ടോ? ഒരു ദിവസം പോയിണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അറിയാം, ഹൃദയം തകർന്ന് പോയത്. അയ്യോ, എല്ലാവരും ചിരിക്കും. അതാണ് എന്നെ ഇപ്പൊ എല്ലാവരും ബ്രേവ് ആൻഡ് ബോൾഡ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയായിരുന്നു. കാരണം സോളോ ട്രിപ്പിന് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്യുന്നത് എൻ്റെ 40th ബർത്ത്ഡേന്റെ ടൈമിനാണ്. അപ്പൊ എന്താ വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരുപാട് വിഷസും ഒരുപാട് കോംപ്ലിമെന്റ്സ് എടുക്കാൻ പറ്റാണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ എനിക്കറിയാം എന്തായാലും കുറെ ആൾക്കാർ വിളിക്കും. അപ്പൊ ഞാൻ പറയും, മമ്മി ഞാൻ സോളോ ട്രിപ്പ് പോകുന്ന, ഇന്ത്യ വേണ്ട, ഞാൻ നേപ്പാളിൽ പോകും. അതെ, അതായത് ഇന്റർനാഷണൽ തന്നെ പോകണം എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് വലിയ കാര്യത്തിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത്, ഇപ്പം ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാവില്ല, കുറെ ആൾക്കാരൊന്ന് ടാഗ് ചെയ്തിട്ട് എന്നൊക്കെ പറ്റില്ല റിപ്ലൈ ചെയ്യാൻ. എനിക്ക് ഓവർവെൽം അടിക്കും പെട്ടെന്ന്. കുറെ ആൾക്കാർ മെസ്സേജസ്, കുറെ കോൾസ് വന്നപ്പോൾ ഞാൻ ഷട്ട് ഓഫ് ആകും. അപ്പോൾ തന്നെ സൈലന്റ് മോഡാണ്. എനിക്ക് പറ്റില്ല, ഭയങ്കര ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നേപ്പാളിലേക്ക് പോയത്. ആദ്യത്തെ ദിവസം നേപ്പാളിൽ പോയി, അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. 2ാം ദിവസം കഴിഞ്ഞു. 3ാം ദിവസമാണ് ബർത്ത്ഡേ. അന്ന് രാവിലെ ജനമേനെ വീഡിയോ കോൾ വിളിച്ചു. ഒരു കരച്ചല, എന്നെ ഒന്ന് വേഗം അടുത്തിക്കോ, എനിക്ക് നിന്റെ അടുത്ത് കിടന്നാ മതി, എനിക്ക് നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കണോ, എനിക്ക് ഇട വേണ്ട, എന്റെ സോളോ ട്രിപ്പ് എനിക്ക് വേണ്ട. ഞാൻ വിചാരിച്ച സോളോ ട്രിപ്പ് ഇങ്ങനെയല്ല, സനയും കൂടി ഉള്ള സോളോ ട്രിപ്പ് മതി എന്നൊക്കെ. അല്ല, പക്ഷെ എന്താ അറിയോ, ആ ഒരു ഫേസിൽ എൻ്റെ മെന്റൽ സ്റ്റേറ്റ് അതായിരുന്നു. ബിക്കോസ് എനിക്ക് എൻ്റെ ആൾക്കാർ വേണം. ഐ വാസ് ലൈക്ക്, ഞാൻ ഭയങ്കര ഗിൽ ട്രിപ്പിങ്ങിലോട്ടെല്ലാം പോയി. ഞാൻ എന്തൊരു മോശം ആളാണ്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും എൻ്റെ ഫാമിലിനെയും എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ ഒറ്റക്ക് പോയല്ലോ എന്നൊക്കെ ഒരു സാധനം അടിച്ചു. അങ്ങനത്തെ ഭയങ്കര മെന്റൽ ഇതിലൊക്കെ വന്നു. എന്നിട്ട് പിന്നെ ജനയാണ് എന്നെ സമാധാനിപ്പിക്കുന്നത്. ഇറ്റ്സ് ഓക്കെ മമ്മ, പിന്നെ ഉണ്ടല്ലോ എന്നിട്ട് ലൈക്ക് വേറൊരു കോൺവെർസേഷനിലോട്ട് പോയി. അവൾ കൊണ്ടുപോയി എന്നെ. അപ്പം അത്രയും ഞാൻ ഇതായിട്ട് തിരിച്ചു വന്നു. എനിക്ക് ഇപ്പം ഞാൻ സോളോ ട്രിപ്പിനെ പറ്റി മിണ്ടാറില്ല. സോളോ ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സും മമ്മിയൊക്കെ, നിന്റെ സോളോ ട്രിപ്പ് നമ്മൾ കണ്ടതാ. അല്ല, പക്ഷെ അതൊരു ചാലഞ്ചാണ്. ഇനി അതിനെ ഓവർകം ചെയ്ത് ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇനി അടുത്ത സോളോ ട്രിപ്പ് പോകണം ഇതേമാതിരി കരയാണ്ട് നമ്മൾ സോളോ ട്രിപ്പ് പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വരും. അതാണ്. അതെ, അതിന് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ബൈക്ക് റൈഡിങ്ങും
എനിക്ക് ആക്ച്വലി ബൈക്ക് എടുത്തിട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാർക്ക്. ഓക്കെ. ഇപ്പം ഞാൻ പിന്നെ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്ക് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, AR റഹ്മാൻ സാറുമായിട്ട് നല്ല ഒരു ബന്ധം ആദ്യം മുതലേ പാട്ട് തുടങ്ങുന്ന മുതലേ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം വരുന്ന ഓർമ്മ എന്താ? റഹ്മാൻ സാറിൻ്റെ അവിടുന്ന് എനിക്ക് കോള് വന്നു, ഇങ്ങനെ പാടണം. ജോർജ് പീറ്റർ എന്ന് പറഞ്ഞ ചേട്ടനാണ് ആക്ച്വലി എൻ്റെ CD മൂപ്പർക്ക് കൊടുക്കുന്നത്. ആ സമയം CD ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് കർണാട്ടിക് സോങ്സ്, വെസ്റ്റേൺ, ഹിന്ദുസ്ഥാനി, ഖ്യാല് ഇതൊക്കെ പാടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CD ആണ് റഹ്മാൻ സാർ കേൾക്കുന്നതും അവരുടെ ഈ 3D കോൺസേർട്ട്, 3D വേൾഡ് കോൺസേർട്ട് നടക്കുന്നതിലേക്ക് എന്നെ കോറസ് സിംഗറായിട്ടാണ് ആദ്യം വിളിക്കുന്നത്. അപ്പോൾ കോറസ് സിംഗറായിട്ട് പോയിട്ട് ഞാൻ ആദ്യത്തെ 2 ദിവസം പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. മൂർത്തി സാറും ബാക്കി ആരൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. നരേഷ് അയ്യർ ഉണ്ടായിരുന്നു, രഞ്ജിത്ത് ഉണ്ടായിരുന്നു, പിന്നെ ചിത്രേച്ചി, ഹരിഹരൻ സാർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. സാർ ഇതുവരെ വന്നിട്ടില്ല. 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്കെന്ത് സംശയം, റഹ്മാൻ സാറ് വരൂലേ, എന്തായത്. ഞാൻ ജൂനിയർ, ഏറ്റവും യങ്ങസ്റ്റ് ക്രൂ ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് റഹ്മാൻ സാർ കയറി വന്നു. എല്ലാവരും ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുക, ഞാനിങ്ങനെ ഒരു സൈഡിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ദൈവമേ, ഞാനെന്ത് ഭാഗ്യം ചെയ്തോ ദൈവമേ, ഇവരെ നേരിട്ട് ഞാൻ കണ്ടല്ലോ, ഈശ്വര എന്നെ ആരെങ്കിലും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ. ഈ സാധനം തോട്ട് പോയിക്കൊണ്ടിരിക്കരുത്, തോട്ടിലൊപ്പ്, ദൈവമേ ഈ സാധനം. അപ്പോൾ സാറിങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് എന്നെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. സൈനോറാ ഇങ്ങ വാമ, இந்த പാട്ട് പാട മുടിയുമോ உங்களுக்கு എന്ന് വെച്ച്. അപ്പോൾ ഏതോ ഒരു സോങ്, എനിക്ക് തോന്നുന്നു ഏതാ സോങ് എനിക്ക് ഓർമ്മയില്ല, കാരക്കല് ആ സമയം മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, സുനാമി ഉണ്ടായിരുന്നു. എൻ്റെ അതിനോടനുബന്ധിച്ചിട്ടുള്ളൊരു ഷോ ആയിരുന്നു. അപ്പോൾ അവിടെ ഇതൊക്കെ നടന്ന ഒരു ചെറിയൊരു സ്ഥലത്താണ് ആക്ച്വലി ആ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള സോങ് ലിസ്റ്റിൽ ഏതോ ഒരു സോങ് പാടാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പം തന്നെ എൻ്റെ കിളി പോയി. എന്നെ അറിയുമെന്നും കൂടി എനിക്കറിയില്ല സാറിന്. സാറിൻ്റെ പേര് വിളിച്ചു, ദൈവമേ ഈ സാധനമായിരുന്നു എനിക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ സാറിനെ കാണാൻ പറ്റും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു സാധാ ഗ്രാമത്തിൽ നിന്ന്, സാധാ ഒരു കുടുംബത്തിൽ നിന്നാണ്. എനിക്ക് അങ്ങനത്തെ ഡ്രീംസ് പോലും ഉണ്ടായിട്ടില്ല. എനിക്ക് AR റഹ്മാനെ കാണണം എന്നുള്ള തിങ്ക് ചെയ്യാനുള്ള അത്രയും പോലും ഒരു വാസ്റ്റ്നെസ് എൻ്റെ മനസ്സിനുണ്ടായിരുന്നില്ല, ഹൃദയത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാറി നിന്ന് കരഞ്ഞു. എനിക്ക് ഭയങ്കര ഇതായിപ്പോയി, ഫീൽ ചെയ്തു. ലൈക്ക് ഓ മൈ ഗോഡ്, വേർ ആം ഐ സ്റ്റാൻഡിങ് റൈറ്റ് നൗ, ആം ഐ ഈവൻ വർത്ത് ഇറ്റ് എന്നൊരു സാധനമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് റഹ്മാൻ സാറെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഒരു 4 വർഷം ഉണ്ടായിരുന്നു സാറെ കൂടെ തന്നെ. കുറേ വേൾഡ് ടൂേഴ്സൊക്കെ ചെയ്ത് UK ആദ്യമായിട്ട് പോകുന്നത്. പിന്നെ അമേരിക്കയിൽ 1 മാസം ഉണ്ടായിരുന്നു. അന്ന് വിജയ് യേശുദാസും നരേഷൊക്കെ ഉണ്ടായിരുന്നു. UK ആദ്യമായിട്ട് പോകുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല കേട്ടോ. ഇത് നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും. ലൈക്ക് ആദ്യത്തെ ഷോ കഴിഞ്ഞ് നമ്മൾക്കിങ്ങനെ ബാറ്റ തരും, കുറച്ച് ദിവസം ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ ബാറ്റ തരുമ്പോൾ ഒരു പൈസ തരും, എത്രയോ പൗണ്ട്സ് എത്രയോ തരും. എന്നിട്ട് ബാക്കി എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ്ഡ് ആണല്ലോ. അപ്പം ഞാനങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് പോയിട്ടില്ല. എപ്പോഴും ഡാഡിയോ മമ്മിയോ ആരെങ്കിലും കൂടെ ഉണ്ടാവും. ഇതിപ്പോൾ ഒറ്റക്കാണ് പോകുന്നത്. ആദ്യത്തെ ഒരു ദിവസം ഫുള്ള് ഞാൻ വിശന്നിട്ടിരുന്ന് റൂമിൽ പുറത്തിറങ്ങാൻ മേടിച്ചിട്ട്. എനിക്കറിയില്ലായിരുന്നു എന്താ ചെയ്യണ്ടേ. ബാറ്റേൻ്റെ എമൗണ്ട് ഉണ്ട് വെച്ചാൽ എനിക്ക് വിശക്കുന്നുമുണ്ട് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പേടി, റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. എന്നിട്ട് ഒരു ദിവസം ഫുൾ അങ്ങനെ ഇരുന്ന് വിശപ്പിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ ഇറങ്ങുന്നത്, താഴേക്ക് ഇറങ്ങി. എന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നടന്നപ്പം രഞ്ജിത്തിനെ കണ്ടു. രഞ്ജിത്ത് ഞാൻ ഇവിടെ എവിടെ ഫുഡ് കിട്ടാ, പക്ഷെ നീ ഭക്ഷണം കഴിച്ചിട്ടില്ല ചോദിച്ചിട്ട് ഇല്ല. എന്താ ഞാൻ പേടിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല, ഞാൻ UK ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെയായിരുന്നു ഞാൻ അവരെല്ലാമായിട്ട് കമ്പനി ആയതും. മൂർത്തി സാർ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരാളാട്ടോ. മൂപ്പരാണ് കണ്ടക്ടർ റഹ്മാൻ സാറിൻ്റെ. അപ്പം അങ്ങനെ ഓസ്ട്രേലിയയിലും പോയ സമയത്ത് മൂപ്പരായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി. എൻ്റെ മോളെ പോലെയാണ്. എൻ്റെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ട് സാറ്. അപ്പം അങ്ങനെ അവരായിട്ട് ജെല്ല് ചെയ്ത് മെല്ലെ മെല്ലെയാണ് ഞാൻ ആക്ച്വലി ആൾക്കാരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ ലൈഫിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പഠിക്കുന്നതിനെക്കാട്ടിയും കൂടുതലൊരു വിസ്ഡമും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻറ്ററാക്ഷൻസും ആ സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ആ സമയം ഭയങ്കര ചെറിയ മോള, കോളേജ് കഴിഞ്ഞിട്ട് നേരെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പം അതുകൊണ്ട്
അങ്ങനെ വേറെ ഡോക്യുമെന്റേഷൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ആ ടൈം ഇല്ല. ഒരു ക്യാമറ ഫോൺ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. പക്ഷെ അതൊക്കെ ഇങ്ങനെ എവിടേക്കോ മെമ്മറീസിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എ.ആർ. റഹ്മാന്റെ ഫേവറേറ്റ് സിംഗേഴ്സിൽ ഒരാളാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ ആൾക്കാർ അങ്ങനെയൊന്നും ഇല്ലപ്പാ. I was blessed to work with him. I had that beautiful blessing to interact with him എന്നുള്ളതാണ്. അതിന് ഭയങ്കര ഇഷ്ടമുള്ള സിംഗറാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ക്ലെയിം ചെയ്യില്ല. ഞങ്ങളത് പറഞ്ഞോളാം. അയ്യോ പറഞ്ഞോളൂ. പക്ഷെ സാറിന് മദറുമായിട്ടും സിസ്റ്റേഴ്സായിട്ടൊക്കെ ഡീപ്പ് കണക്ഷൻ ഉണ്ടായിരുന്നു അവിടെ ചെന്നൈയിലുള്ള കാലഘട്ടത്തിൽ. അപ്പം കല്യാണത്തിന് മൂപ്പരമ്മ എനിക്കൊരു സ്വർണത്തിൻ്റെ ഇതൊക്കെ തന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള കോൺവെർസേഷൻസ് ഉണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ. സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ ഒരു ട്രൂപ്പിൽ പാടിയ പാട്ട് ഇപ്പോൾ ഏതെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്? ശിവാജി ഡെഫിനറ്റ്ലി. ശിവാജി ഇറങ്ങുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ വൺ മന്ത് ടൂർ നടക്കുക US. അപ്പം ഞാനിവിടെ ഇല്ല സ്ഥലത്ത്. നമ്മൾ റഹ്മാൻ സാറ് കൂടെയുള്ള അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ശിവാജി കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ രജനികാന്ത് മൂവി ഇത്രയും ഹൈപ്പുള്ളൊരു സംഭവമാണെന്നും ഇത് ശങ്കർ സാറിൻ്റെ മൂവി, കാരണം അന്ന് അത് തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇതാ. അപ്പോൾ എനിക്കിത് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പോൾ ആദ്യത്തെ സോങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റേഹാന ദീദി എണീച്ച് ഡാൻസ് ചെയ്ത് വല്ലേലക്ക വല്ലേലക്ക അവരാണ് പാടിയത്, റഹ്മാൻ സാർ സിസ്റ്റർ. പിന്നെ രണ്ടാമത്തെ സോങ് വന്ന സമയത്ത് സ്ക്രീനിൽ വന്ന സമയത്ത് തൻവി എഴുന്നേറ്റ് ഡാൻസ് കളിച്ചു. തൻവി പാടിയ ഒരു സോങ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ഞാൻ എൻ്റെ പാട്ടില്ലേ കപ്പാഴി ഉള്ളിൽ എനിക്ക് ടെൻഷൻ അടിച്ചു. ലാസ്റ്റ് ആയപ്പം ഈ തീ വന്നപ്പോഴത്തേക്കും ഞാൻ എല്ലാവരും ഞാനും എണീച്ച് ഡാൻസ് ചെയ്തു. അപ്പോൾ സാറും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും അങ്ങനെ ഒരുമിച്ചിട്ട് വാച്ച് ചെയ്തു. വിജയ് ഉണ്ടായിരുന്നു. മറ്റേ ഇതില്ലേ സഹാന സാരൽ പൂത്തതോ, അതാണ് അവൻ പാടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ ലൈഫ് ടൈമിൽ കിട്ടാവുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് എൻ്റെ ലൈഫിലോട്ട് ഗോ ത്രൂ ചെയ്തിട്ടുണ്ട് ഞാൻ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആ പാട്ടൊന്ന് പാടിയാലോ? जग ज्योति 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 तलापाती पेड़ी जादी 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 अड़बेल्ला रंगा बाशादा निव पिस्टल पेसन बेशादा ती ती सुट्टा टक्कल टक्कल डम्मल डुम्मी आंजा चांजा कांजा मेंजा तोंजा मांजा जा 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 रती ती ती जग ज्योति 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 तलापाती पेड़ी जाती जादी जादी अड़बिल्ला रंगा बाशादा निवम पिस्टल पेसुम बेशादा ती ती सुट्टा टक्कल टक्कल डम्मल डुम्मे ഉള്ളത് ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടേ ഉള്ളൂ. ഗിറ്റാർ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ കൊള്ളായിരുന്നു. താങ്ക് യു. നിങ്ങൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഇഷ്ടപ്പെട്ടതുകൊണ്ട് അച്ചോടാ. അപ്പം ഇനി നമുക്ക് ഇപ്പം പറഞ്ഞതിൽ തന്നെ ഒരുപാട് നേരത്തെ ഇപ്പം നമ്മൾ ഒരു ഇമോഷൻ സംഭവം പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് കുറച്ച് ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അയ്യോ, ലൈഫിലെ ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഈ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാനുള്ള, അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവരെ എനിക്ക് തന്നിട്ടുള്ള ഒരു ഊർജം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എൻ്റെ ലൈഫിൽ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു എനിക്ക്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ ഒരു ഗ്രൂപ്പായിരിക്കും ഒരു കാലഘട്ടത്തിൽ. ഇവർക്ക് എന്നെക്കാട്ടി നന്നായിട്ട് അറിയാം എന്നുള്ളതാണ്. ഞാൻ ചിലപ്പം ആ ഒരു സിറ്റുവേഷൻ വരുമ്പം എങ്ങനെയായിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുക എന്നവർക്ക് മുൻകൂട്ടി അറിയാം. അങ്ങനെ അത്രയും അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. ആൻഡ് പണ്ട് കുറച്ച് മുമ്പ് വരെയൊക്കെ ഞാൻ എല്ലാവരുമായിട്ടും കമ്പനിയാണ് അങ്ങനെ പോകുന്ന ഒരാളായിരുന്നു. ഇപ്പം ഞാൻ പക്ഷേ കുറച്ച് ബൗണ്ടറീസ് വെച്ചു. ചില ആളുകളെ മാത്രം എൻ്റെ റിയൽ സർക്കിളിലോട്ട് ഉള്ളൂ. ഈ സർക്കിൾ ക്ലോസ്ഡ് ആണ്. ഭയങ്കര പ്രൊട്ടക്റ്റഡ്, ഹൈ വാൾസ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് ഞാൻ ആൾക്കാരെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം.
ഞാൻ ബേസിക്കലി ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് വിട്ടിപ്പോൾ ഞാൻ കണ്ണൂർ പോയി നിന്ന് വെച്ചാൽ ഒരാഴ്ച നിന്നാൽ ഞാൻ അവിടെ ആയിരിക്കും. പിന്നെ ഞാൻ എല്ലാ ദിവസവും വിളിച്ചിട്ട് വിശേഷം പറയലും അങ്ങനത്തെ ഒരു സാധനം ഇല്ല എനിക്ക്. അപ്പം അവിടെ ആയിരിക്കും ഞാൻ കുറച്ച് കാലം. അപ്പം എന്നെ ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്ത ആൾക്കാരാണെന്ന് വിചാരിക്കും ഇവള് പോയടത്ത് ആക്ച്വലി ആണ്. ഞാൻ പോയടത്താണ്. ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഒരു നേച്ചർ എന്തിനെങ്കിലും ഒരു വിസിറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ മാത്രമായിരിക്കും. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര തിരക്ക് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ അവിടെ ആയിരിക്കും. അപ്പം തിരിച്ച് വന്ന് ഇവിടെ വന്ന് കുറച്ച് സെറ്റിലാവും, ഞാൻ ഇവിടെയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് പോകുന്നത്. എപ്പോഴും എല്ലാ ദിവസവും വിളിച്ചിട്ട് സംസാരിക്കുകയോ സുഹൃത്തുക്കളടുത്തും ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് മനസ്സൊന്ന് ടപ്പ് എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ വിളിക്കും, ഇങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ വിളിക്കും. പക്ഷേ ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ പോയിന്റ് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാലം മുമ്പേ അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും ഒരാളടുത്ത് വിളിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ള ഒരു സാധനം ഇപ്പം ഇല്ല. ഒറ്റക്ക് തന്നെ ഡിറ്റർമിൻ ചെയ്ത് ഡെസിഷൻ എടുക്കുന്ന ഒരു ഇതിലേക്ക് ഹാബിച്വലി ഞാൻ വരുന്നുണ്ട് അത്. ബിക്കോസ് അല്ലെങ്കിൽ എന്താണ് എനിക്ക് ഉള്ളിൽ ഫീൽ ഉള്ളത് എന്നുള്ളത് അത് കാറ്റത്തില്ലാണ്ടായിപ്പോൾ. എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ബിക്കോസ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത റൂട്ടാണ് അത്. ഇപ്പം വേറെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ അവരുടെ ഒരു അഭിപ്രായമായിരിക്കും, മനസ്സിലായി. അപ്പോൾ ആ ഒരു സാധനം മാറിപ്പോരുത് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ഇപ്പം നോക്കാറുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ചില സമയം ഞാൻ വിചാരിക്കും ഞാൻ കുറച്ചും കൂടി ഒന്ന് കൂളറായാൽ മതിയായിരുന്നു ചില കാര്യങ്ങളിലൊക്കെ. പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ബൗണ്ടറീസ് വെക്കുന്നത് തന്നെ ഇപ്പോൾ ഈ എൻ്റെ ആ ഒരു പ്രസൻസും എൻ്റെ സറൗണ്ടിങ്സും ഞാൻ ഭയങ്കര ഡിവൈനായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ ബൗണ്ടറീസ് വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നില്ല. ബിക്കോസ് ഞാൻ കുറെ ശ്രമിച്ച് തോറ്റുപോയ ഒരു സംഭവം. ഈ ബൗണ്ടറീസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് പറ്റില്ല. അപ്പൊ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പറ്റാണ്ടൊന്നുമില്ല. നമുക്ക് ആക്ച്വലി വരയ്ക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു സർക്കിള് ഇവിടെ ഞാൻ നിൽക്കണം, ഈ ഒരു സർക്കിളിൽ ആരൊക്കെയാണ് വരേണ്ടത്, എൻ്റെ ഇമോഷണൽ മൂഡിനെ കൂടി ഡിസ്റ്റർബ് ചെയ്യാൻ നമ്മൾ ആർക്കാണ് പവർ കൊടുക്കുന്നത്? ലൈക്ക് അവർക്ക് നമ്മളൊരു പവറാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ഒരു ഫാമിലി ആയിക്കൊള്ളട്ടെ, ആരും ആയിക്കൊള്ളട്ടെ. അവർക്ക് നമ്മൾ എന്ത് ഇതിനും അവർക്ക് നമ്മൾ ഒരു അധികാരമാണ് കൊടുക്കുന്നത്, ഒരു താക്കോലാണ് കൊടുക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം നമ്മളെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന അധികാരമാണത്. ആ അധികാരം എടുത്ത് കളഞ്ഞാൽ പിന്നെ ആ സർക്കിളിൽ നിന്ന് അടുത്ത സർക്കിളിലോട്ട് പോകും. ആ സർക്കിളിൽ ആൾക്കാർ എന്ത് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും സ്നേഹിക്കും ഒക്കെ ചെയ്യും. സ്നേഹമൊക്കെ ഉണ്ട്, ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ അത് നമ്മളുടെ പീസ് ഓഫ് മൈൻഡിനെ, നമ്മളുടെ ഹാപ്പിനെസ്സിനെ അത് വ്യതിചലിപ്പിക്കില്ല. അത് ആ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ചെറിയൊരു കമൻറ്റ് പോലും ആയിരിക്കും എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അലൗ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഐ എം അലവിങ് ഇറ്റ് ടു എഫക്റ്റ് മീ, affect my peace of mind, affect my peace, happiness, the surroundings which I have a beautiful daughter who's coming home. ഞാൻ മൂഡ് ഓഫ് ആയിട്ട് വെച്ചിട്ട് ഇരുന്നാലേ അവിടെയൊക്കെ ബൗണ്ടറീസ് വെക്കണം. ആർക്കൊക്കെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ നമ്മൾ അധികാരം കൊടുക്കുന്നത് അവരെ നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ അധികാരം നമ്മൾ കൊടുക്കുന്നത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അത്. കാരണം ഞാനൊക്കെ വാരി വലിച്ച് സ്നേഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വാരി വലിച്ച് സ്നേഹിക്കും. പിന്നെ അത് മനസ്സിലാക്കും, അയ്യോ ഇത് പാടിയല്ലോ കർത്താവേ. അപ്പം ഇതൊക്കെ ഈ പറയുന്നതൊക്കെ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലൊക്കെ കടന്നുപോയ ഒരു വകയായിട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നതും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമ്മളെ സ്വന്തമായിട്ടുള്ള ആൾക്കാരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആണ്. ആ ഒരു ഏരിയ പുറമേക്ക് ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൂ. ഞാൻ നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, വളരെ ഇമോഷണലുമാണ്. അപ്പം ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ താക്കോൽ തരും. അങ്ങനെ അത് എൻ്റെ ആ ഒരു പീസ്ഫുൾ ഹോമിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് താങ്കളും കൂടിയാണ്. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു. ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഷുവർ ഹൂ എൻറ്റേഴ്സ് ഇറ്റ്, ഹൂ ഹാസ് ദ പവർ ഓവർ ദാറ്റ് കിങ്ഡം ഓഫ് മൈൻഡ്. ഒരു തെറാപ്പി സെക്ഷൻ കഴിഞ്ഞ പോലെ ഉണ്ട്.
ഒരുപാട് തെറാപ്പി ഗോത്രൂ ചെയ്ത ഒരാളായതുകൊണ്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഇന്റർവ്യൂ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചാൽ ഒരുപാട് ടൈമാണ് മകളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ മകളെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കാം, മകളെ കുറിച്ച് എന്തൊക്കെയാണ് പറയാൻ താല്പര്യപ്പെടുന്നത്? അയ്യോ, അവള് Zena is a very beautiful, very understanding child. എനിക്കൊന്ന് ചെറുപ്പം മുതലേ തന്നെ സെന അങ്ങനെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് ഇത് വേണം വാശി പിടിച്ച് അങ്ങനത്തെ ഒരു നേച്ചറല്ല സെനമക്ക്. പിന്നെ സെനെ ഞാനും ബേസിക്കലി എനിക്കൊരു യങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഉള്ള പോലെയാണ് എനിക്കിപ്പോ സംസാരിച്ചപ്പോ തോന്നി ഫ്രണ്ടിനെ പോലെ തന്നെ. യങ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്, വളരെ ചെറിയൊരു ആള്, പക്ഷെ ആൾക്ക് കുറച്ച് ധാരണകളുണ്ട്. എന്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു ധാരണയുണ്ട് ആൾക്ക്. അപ്പോൾ ആള് സംശയം ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയും. ചിലപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചോദിക്കും എന്തുകൊണ്ടാണ്, അതെന്താ ക്ലാരിറ്റി ഇല്ലാത്ത ഈ സാധനങ്ങളൊക്കെ പറയും. എൻ്റെ മുഖം ഒന്ന് മാറിയാൽ അവൾക്ക് മനസ്സിലാവും, എൻ്റെ വോയിസ് ഒന്ന് അടറിയാൽ അപ്പം അവൾക്ക് മനസ്സിലാവും എന്താ അതെന്ന് ചോദിക്കും. അപ്പം എനിക്ക് ആ സമയം പേടിയായി, ഇവൾക്ക് മനസ്സിലാവും ഈശ്വര. എനിക്ക് വല്ല മൂഡ് ഓഫ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജന പെട്ടെന്ന് അത് ഡിറ്റക്ട് ചെയ്തെടുക്കും, വേഗം മനസ്സിലാവും. എന്തെങ്കിലും വെറുതെ ചുമ്മാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. വൈ ഡിഡ് യു ഷൗട്ട് അറ്റ് മീ ലൈക്ക് ദാറ്റ്? വൈ യുവർ മൂഡ്, മമ്മൻ്റെ മൂഡ് വേറെയാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഇതിലല്ലേ ഉള്ളത്. പക്ഷേ ആക്ച്വലി വി ഹാവ് കോൺവെർസേഷൻസ്. അപ്പം ഞാൻ ഇല്ലടി വയ്യ, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഐ എം ക്രാങ്കി പ്ലീസ് ഇങ്ങനെ പറയും. അപ്പോൾ ഷീ അണ്ടർസ്റ്റാൻഡ്സ്. സോ we've had conversations, very beautiful conversations, and she understands a lot about me, what I went through, all the circumstances she understands. And എനിക്കെപ്പോഴും എവിടെയെങ്കിലും എല്ലാം പോയി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എല്ലാ സ്റ്റേഷനും ഞാൻ ടെൻസ്ഡ് ആവാറുണ്ട്. അത് ഇതുവരെ ആ ആങ്സൈറ്റി എനിക്ക് പിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ എപ്പോഴും എനിക്ക് ഈ പെർഫോമൻസ് ആങ്സൈറ്റി അടിക്കാറുണ്ട്. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിക്കും, ഞാൻ തിരിച്ചു പോയിട്ട് എൻ്റെ മോളെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നത് മാത്രം മതിയായിരുന്നു. പക്ഷെ അപ്പം അടുപ്പ് പോകുകയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് രണ്ടും കൂടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ എപ്പോഴും എൻ്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് മോളെ കൂടെ കെട്ടിപിടിച്ച് കട്ടലിൽ കിടക്കാവുന്നതാണ്. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സോണ്. ഇപ്പം സൈനോട് സംസാരിച്ചാൽ നമുക്ക് നിർത്താൻ പറ്റില്ല, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റും. അതിൽ ലാസ്റ്റായിട്ട് ഞാൻ സൈനോട് ഇനി എന്താണ് ഡ്രീം എന്നുള്ളത്. ഇപ്പം ഡബ്ബിംഗ് എന്ന് പറയുന്നതിൽ നമുക്കൊരു അവാർഡ്, നമുക്കത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി നിൽക്കുകയാണ്. അപ്പം ഇനി നമ്മുടെ ഡ്രീം എന്താണ്, നമുക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്? എൻ്റെ ഡ്രീംസ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അത് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് ആക്ച്വലി കുറെ ഫോറസ്റ്റ് ഒക്കെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു നേച്ചറിനോട് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിലൊരു ഭാഗമാകുക, കാടുകളെ തിരിച്ചു കൊണ്ടുവരാം, കാട്ടിൽ ജീവിക്കുന്ന എനിക്ക് എപ്പോഴും അങ്ങനെ ഒരു ലൈഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ എന്നെ ഇവിടെ പിടിച്ചു വെക്കുന്നത് എനിക്ക് അതിപ്പം ക്യാമറയിൽ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, അത് കട്ട് ചെയ്തേക്കില്ല. എനിക്ക് ഒരു വീട്, ഞാനിതുവരെ എൻ്റെ ഇതിലൊരു വീട് ഞാൻ വെച്ചിട്ടില്ല. ഒരു വീട് ഉണ്ടാക്കണം, ജനമനെ ഒന്ന് സേഫ് ആക്കി വെക്കണം. മോണിറ്ററി ബെനിഫിറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്ക് ഫിനാൻഷ്യലി ആവശ്യമാണ്. അപ്പം എൻ്റെ ഈ സേവിങ്സിൻ്റെ ഇത് കുറച്ച് നല്ലൊരു ഇതായതുകൊണ്ട് തന്നെ അതൊന്ന് ശരിക്കും വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നത്. മറ്റത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലൈഫാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പക്ഷെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഫേസിൽ ചിലപ്പം അതുപോലെ എനിക്ക് പോകാൻ പറ്റുമായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇടപഴകാൻ പറ്റുമായിരിക്കും. ഇപ്പം തന്നെ അത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ, പക്ഷെ ഞാനത് ഇതുവരെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ദർ ഇസ് അനദർ പാർട്ട് ഓഫ് മീ ഹൂസ് നീഡിങ് ടു ബി എക്സ്പ്ലോർഡ് ആൻഡ് ഡിസ്കവേർഡ് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് ദെയർ ഇൻസൈഡ് മീ. എനിക്കിഷ്ടം ഈ കാടുകളിലും മൗണ്ടൻസും ഇതൊക്കെ. ഏതെങ്കിലും മൗണ്ടനിൽ കുറച്ച് സ്ഥലമൊക്കെ എടുത്ത് അങ്ങനത്തെ ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റി ലൈഫ് അത്ര ഒരു സുഖമില്ല. TV പോലും പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ അവിടെ. ടോട്ടൽ സൈലന്റ് ആയിട്ട് അത്രയും ഡിസ്കണക്റ്റഡ് ആയിട്ട് ജീവിക്കണത്. അതിപ്പോ ഫീൽ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് കുറെ കാലമായിട്ട് ആ ഫീലിംഗ് ഉണ്ട്.
ഇനിയിപ്പം ഡബിങ്ങിലേക്ക് പുതിയ വർക്കും പ്രൊജക്റ്റും ഒക്കെ കൂടുതൽ വർക്കൊക്കെ വരുന്നുണ്ടോ? വോയിസ് ടെസ്റ്റിന് ആക്ച്വലി 2 മൂവീസ് ഞാൻ വോയിസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇതുവരെ കൺഫേം ആയിട്ടൊന്നുമില്ല. അവര് എനിക്ക് തോന്നുന്നു അവര് വിളിക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചെയ്തിടത്തോളം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം രേവതി മാം ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ വോയിസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി എല്ലാം ഇങ്ങനെ സ്ലോലി എടുക്കുന്നുള്ളൂ. കുറച്ച് കൂടുതലായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിന് അത് എടുക്കാൻ പറ്റുന്നില്ല എന്ന് ഫീൽ ചെയ്യാറുണ്ട്. ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ഇത് കൂടുതലാണ് ഒരു സാധനം അടിക്കും. അപ്പം ലൈക്ക് ഐ സ്ലോ ഡൗൺ എ ലിറ്റിൽ ബിറ്റ്. മെഡിറ്റേഷൻ ഒക്കെ മെല്ലെ എന്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ ചെയ്യുന്നുണ്ട്. തെറപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളൊരു പാട്ടിലൂടെയാണ് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു പാട്ടിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. ഷുവർ. ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട്. സ്വന്തം ഏറ്റവും ഇഷ്ടമുള്ള പാട്ടോ? ഇഷ്ടമുള്ള പാട്ട്. എന്റെ മലയാളം ചിലപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. സ്വയം ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട്. രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചിപ്പിൽ വിരഹ കഥന കടൽ ഹൃദയമുരളിയിൽ ഉലകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ മിഴിച്ചെപ്പിൽ വിരഹ കടന കടൽ ഹൃദയമുരളിയിൽ ഉലകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അനുഷ. ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനും എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു.